Dear students, today we are starting a new lesson, the fourth lesson, the chemical bonding and molecular structure. So we know that atoms combine to form molecules. So there will be some force of attraction which holds various atoms in a molecule. This force of attraction is known as a chemical bond. The force of attraction which holds various atoms in a molecule is known as a chemical bond. അപ്പോൾ കെമിക്കൽ ബോണ്ട് എന്ന് പറയുന്ന പദം നിങ്ങൾക്ക് പുതിയതൊന്നുമല്ല. എപ്പോൾ തൊട്ടാണോ നിങ്ങൾ കെമിസ്ട്രി പഠിച്ചു തുടങ്ങിയത് ആ കാലഘട്ടം തൊട്ട് തന്നെ നിങ്ങൾ കെമിക്കൽ ബോണ്ട് എന്ന് കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ആറ്റംസ് കമ്പൈൻ ചെയ്തിട്ട് മോളിക്യൂൾസ് ഉണ്ടാകുമ്പോൾ ആ മോളിക്യൂൾസിൽ 2, 3, 4 അല്ലെങ്കിൽ അതിൽ കൂടുതലോ ആറ്റങ്ങൾ ഉണ്ടാകാം. ഈ ആറ്റങ്ങളെ അവിടെ തന്നെ പിടിച്ചു നിർത്തുന്ന ആ ഫോഴ്സ് ഓഫ് അട്രാക്ഷനെയാണ് കെമിക്കൽ ബോണ്ട് എന്ന് പറയാം. ഇനി പലതരം കെമിക്കൽ ബോണ്ടുകളെ പറ്റിയും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അയോണിക് ബോണ്ട്, കോവലന്റ് ബോണ്ട്, ഈ രണ്ടെണ്ണമാണ് പ്രധാനമായും കേട്ടിട്ടുണ്ടാവുക. ഇനി നിങ്ങൾ കെമിസ്ട്രി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ കോവലന്റ് ബോണ്ടിന്റെ ഒരു വകഭേദമായ കോർഡിനേറ്റ് ബോണ്ട്, അതുപോലെ മെറ്റാലിക് ബോണ്ട്, അതുപോലെയുള്ള ബോണ്ടുകളെ പറ്റിയും നിങ്ങൾ കെമിസ്ട്രിയിൽ പഠിക്കും. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. We know that the valence electrons take part in chemical reactions. Valence electrons എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലേ? ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസിനെയാണ് വാലൻസ് ഇലക്ട്രോൺസ് നമ്മൾ പറയാം. അപ്പോൾ വാലൻസ് ഇലക്ട്രോൺസ് ആണ് കെമിക്കൽ റിയാക്ഷൻസിൽ പങ്കെടുക്കുക. ഓക്കെ, അപ്പോൾ ലൂയിസ് expressed a symbol of atoms to express them conveniently to show various type of bonding. It is known as Lewis symbols. അപ്പോൾ കെമിക്കൽ ബോണ്ട് എന്ന് പറയുന്ന ഭാഗം ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ലൂയിസ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത സിംബൽസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലൂയിസ് സിംബൽസ് എന്ന് പറയുന്നത്. ഓക്കെ, Lewis symbols the symbol of the atom along with its outer shell electrons are shown. Valence electrons symbol of the atoms മാത്രമാണ് ലൂയിസ് സിംബൽസിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം സെക്കൻഡ് പീരീഡ് എലിമെന്റ്സ് ആണ് ബോർഡിൽ എഴുതിയിരിക്കുന്നത്, along with their outermost electrons. അപ്പോൾ ലൂയിസ് സിംബൽസ് ഫോർ സെക്കൻഡ് പീരീഡ് എലിമെന്റ്സ് ആണ് നമ്മൾ ബോർഡിൽ കാണിച്ചിരിക്കുന്നത്. ലിത്തിയം നിങ്ങൾക്കറിയാം, ലിത്തിയത്തിന് 1s2 2s1 എന്നുള്ള കോൺഫിഗറേഷൻ ആണ്. അപ്പൊ രണ്ടാമത്തെ ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ ആണ്. ആ ഒരു ഇലക്ട്രോണിനെയാണ് ഇങ്ങനെ നമ്മളിവിടെ ഒരു ഡോട്ട് ഇട്ട് കാണിച്ചിരിക്കുന്നത്. ബെർലിയം യു നോ ദാറ്റ് 2 ഇലക്ട്രോൺസ് ഇൻ ദ ഔട്ടർ മോസ്റ്റ് ഷെൽ. ഓക്കെ, അങ്ങനെ വരുമ്പോൾ ബോറോണിന് 3 ഇലക്ട്രോൺസ്, കാർബണിന് 4, നൈട്രജന് 5, ഓക്സിജന് 6, ഫ്ലൂറിന് 7 ഇലക്ട്രോൺസ് ആൻഡ് ഫോർ നിയോൺ there are 8 electrons in the valence shell. Okay, and using these symbols how we can show the formation of NaCl. Okay, അപ്പോൾ നോക്കൂ, എന്നയുടെ ലൂയിസ് സിംബൽ നമ്മൾ എഴുതുമ്പോൾ ഇവിടെ ഒരു ഡോട്ട് ഉണ്ടാവും ഇവിടെ, കാരണം ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ ആണ് കാണിക്കുന്നത്. Na+ ആവുമ്പോൾ ആ ഒരു ഇലക്ട്രോൺ ആണ് ഇവിടെ അയണൈസ് ചെയ്തിട്ട് 1 ഇലക്ട്രോൺ ആയി മാറിയത്. അപ്പൊ ഇവിടെ ഔട്ടർ മോസ്റ്റ് ഷെൽ ഇലക്ട്രോൺ ഒന്നും ഇല്ല. ഓക്കെ, അപ്പൊ സോഡിയത്തിന്റെ കോൺഫിഗറേഷൻ ആക്ച്വലി എന്തായിരുന്നു? നിയോണിന്റെ കോൺഫിഗറേഷൻ കഴിഞ്ഞിട്ട് 3s1. നിയോണിന്റെ കോൺഫിഗറേഷൻ എന്താ? 1s2 2s2 2p6. ഓക്കെ, അപ്പൊ 2p6 കഴിഞ്ഞിട്ട് 3s1. അപ്പോൾ അത് Na+ ആയപ്പോൾ ആരുടെ കോൺഫിഗറേഷൻ ആയി? നിയോണിന്റെ കോൺഫിഗറേഷൻ ആയി. അതുപോലെ Cl+ ഇലക്ട്രോൺ Cl-. ഇവിടെ നോക്കൂ, Cl എത്ര ഇലക്ട്രോൺ ഉണ്ട്? 7 ഇലക്ട്രോൺസ്. Cl- ഹൗ മെനി ഇലക്ട്രോൺസ്? 8 ഇലക്ട്രോൺസ്. Okay, now this Na+ and Cl- are combining to form NaCl. Then Na+ is getting octet, കാരണം ഈ 3s1 പോയി നിയോൺ എന്ന് പറയുന്ന octet കിട്ടി. And Cl- is also getting octet configuration. Okay,
അപ്പോൾ രണ്ടുപേർക്കും രണ്ട് അയോൺസിനും ഒക്ടക്റ്റ് കോൺഫിഗറേഷൻ കിട്ടി. സിമിലർലി വി ക്യാൻ റൈറ്റ് കാൽഷ്യം ഫ്ലൂറൈഡ്. എൻ്റെ ഫോർമേഷൻ നമ്മൾ കാണിക്കുകയാണെങ്കിൽ, ഇഫ് വി കൺസിഡർ ദ ഫോർമേഷൻ ഓഫ് കാൽഷ്യം ഫ്ലൂറൈഡ്, Ca gives Ca2 plus 2 ഇലക്ട്രോൺ. അപ്പോൾ ആർഗൺ 4s2 ആണ് Ca2 പ്ലസ് എന്ന് പറഞ്ഞാൽ ആർഗൺ. ഇനി F പ്ലസ് ഇലക്ട്രോൺ ഗീവ്സ് F മൈനസ്. അങ്ങനത്തെ രണ്ട് F മൈനസ്. ഫ്ലോറിന്റെ സെയിം കേസ് ആണ് ഫ്ലൂറിൻ. അപ്പോൾ ഫ്ലൂറിനിൽ ഇവിടെ 7 ഇലക്ട്രോൺസ് ആണ്, ഇവിടെ വരുമ്പോൾ അത് 8 ഇലക്ട്രോൺ ആവും. ഓക്കെ. കാൽഷ്യം ഇവിടെ ആർഗൺ 4s2 ആയിരുന്നു, കാൽഷ്യം 2 പ്ലസ് ആയപ്പോൾ ആർഗൺ എന്ന് പറയുന്ന ഇനേർട്ട് ഗ്യാസ് കോൺഫിഗറേഷൻ എന്ന് വെച്ചാൽ ഒക്ടക്റ്റ് കിട്ടി കാൽഷ്യം 2 പ്ലസ് എന്ന് അർത്ഥം. ഇനി ഇവര് രണ്ടുപേരും കൂടെ Ca2 പ്ലസ് 2F മൈനസ് കമ്പൈൻ ചെയ്യുമ്പോൾ CaF2. സോ ബോത്ത് ദ anion and cation are getting octet configuration in this case also. ഈ രീതിയിൽ നമുക്ക് ലൂയിസ് സിംബൽസ് വെച്ചിട്ട് ഈ ബോണ്ട് ഫോർമേഷൻ കാണിക്കാം. ഇപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്ത രണ്ടും ഒരു അയോണിക് ബോണ്ട് ഫോർമേഷൻ ആണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഫോർമേഷൻ ഓഫ് NaCl ആൻഡ് ഫോർമേഷൻ ഓഫ് CaF2. ഓക്കെ. സിമിലർലി using Lewis dot symbols we can show the formation of covalent molecules also. The formation of covalent molecules also we can show using Lewis symbols. Cl2 ഈ മോളിക്യൂളിന്റെ ഫോർമേഷൻ നമ്മൾ കാണിക്കാന്ന് വിചാരിക്കുക. ക്ലോറിൻ മോളിക്യൂൾ എങ്ങനെയാണ് ലൂയിസ് സിംബൽസ് വെച്ചിട്ട് ക്ലോറിൻ മോളിക്യൂളിന്റെ ഫോർമേഷൻ കാണിക്കുക. നോക്കൂ, Cl ഇതാണ് അതിന്റെ ലൂയിസ് ഡോട്ട് സിംബൽ. അതേപോലെ ഒരു ക്ലോറിനും കൂടി ഉണ്ട്, Cl2 എന്നാണല്ലോ. Okay, these two will share an electron pair to form a chlorine molecule. So this is the structure of a chlorine molecule. Similarly, you can show the formation of water. This is a Lewis dot symbol of hydrogen. For oxygen, this is a Lewis dot symbol, and for another hydrogen, this is the Lewis dot symbol. Hydrogen ഒരു ഡോട്ട്, ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ, ഓക്സിജന് 6 ഡോട്ട്, ഇവിടുത്തെ ഹൈഡ്രജനും 1. അപ്പോൾ ഇവരിങ്ങനെ ഈ ഒരു പെയർ ഇലക്ട്രോണിനെ ഇവർ തമ്മിൽ ഷെയർ ചെയ്തു. ഓക്കെ, ഈ ഒരു പെയർ ഇലക്ട്രോണിനെ ഇവർ തമ്മിൽ ഷെയർ ചെയ്തു. അപ്പോൾ ഓക്സിജന് മൊത്തം, oxygen is getting octet, hydrogen is getting 2 electrons in the outermost shell. That is, first shell is completed for hydrogen and oxygen is getting 8 electrons in its outermost shell. Okay, so in this way, using Lewis dot symbols, you can show the formation of various types of molecules. Here we have considered 2 ionic compounds and 2 covalent compounds, and we have many other examples such as carbon tetrachloride, oxygen, etc., which is explained in your book. Okay, please go through it. And now, how atoms combine to form molecules? അതിൻ്റെ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ ആണ് നമ്മൾ ബോർഡിൽ എഴുതിയത്. ഇനി why do atoms combine? ഇങ്ങനെ ആറ്റംസ് കമ്പൈൻ ചെയ്യാനുള്ള കാരണം എന്താണ്? Okay, so there are various theories which explain about chemical bonding and why atoms combine to form molecules. എന്തിനാണ് ഇങ്ങനെ ആറ്റംസ് കമ്പൈൻ ചെയ്ത് മോളിക്യൂൾ ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരുപാട് തിയറീസ് ഉണ്ട്. അതിൽ ഏറ്റവും ആദ്യം നമുക്ക് പറയാൻ പറ്റുന്ന തിയറിയാണ് ഒക്ടക്റ്റ് തിയറി. ഒക്ടക്റ്റ് തിയറിയും നിങ്ങളിതുപോലെ കെമിസ്ട്രി പഠിക്കുന്ന കാലം തൊട്ട് തന്നെ കേട്ടിട്ടുണ്ടാവും, ഒക്ടക്റ്റ് തിയറി. അപ്പോൾ ഒക്ടക്റ്റ് തിയറി കൊണ്ടുവന്നത് കോസൽ ആൻഡ് ലൂയിസ് എന്ന് പറയുന്ന 2 സയന്റിസ്റ്റുമാരാണ് ഒക്ടക്റ്റ് തിയറി കൊണ്ടുവന്നത്. അപ്പോൾ അക്കോർഡിംഗ് ടു ദ ഒക്ടക്റ്റ് തിയറി ഓർ ഒക്ടക്റ്റ് റൂൾ, according to octet rule, atoms can combine either by transfer of valence electrons from one atom to another or by sharing of valence electrons in order to have an octet in the valence shells.
ഇപ്പം നമ്മൾ കുറേ എക്സാമ്പിൾസിൽ എഴുതിയതിൽ ഇപ്പം നമ്മളിവിടെ പറഞ്ഞു സോഡിയത്തിന് ഇവിടെ ഔട്ടർ മോസ്റ്റ് ഷെൽ 1 ഇലക്ട്രോൺ ആണ്. ഈ കിട്ടുന്ന സോഡിയം അയോണിൽ ആ 1 ഇലക്ട്രോൺ നഷ്ടപ്പെടുത്തി അത് ആരുടെ കോൺഫിഗറേഷനിലേക്ക് എത്തി? തൊട്ട് മുന്നേയുള്ള നിയോൺ എന്ന് പറയുന്ന ഇനേർട്ട് ഗ്യാസിന്റെ കോൺഫിഗറേഷനിലേക്ക് എത്തി. അപ്പൊ എല്ലാവരും റിയാക്ഷൻ കഴിയുമ്പോൾ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോണോട് കൂടെ അവസാനിക്കുകയാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ കാൽഷ്യം. സിമിലർലി ഫോർ ദ കോവലന്റ് ബോണ്ട് ക്ലോറിൻ, ഹിയർ ക്ലോറിൻ is getting 8 electrons in the outermost shell. This chlorine is also getting 8 electron, and here oxygen is getting 8 electron. Hydrogen is getting, it's a shell completed, it's a last shell completed. ഹൈഡ്രജൻ ആദ്യത്തെ ഷെല്ലാണുള്ളത്, അതിൽ 1 ഇലക്ട്രോൺ ഉള്ളത്, ഇപ്പോൾ 2 ഇലക്ട്രോൺ ആണ്. ആ ഫസ്റ്റ് ഷെല്ല് മാക്സിമം അക്കോമഡേറ്റ് ചെയ്യാവുന്ന ഇലക്ട്രോണും 2 ആണ്. അപ്പോൾ അതിന്റെ ഷെല്ല് കംപ്ലീറ്റഡ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഹൈഡ്രജന്റെ കേസിൽ. ഓക്കെ, അപ്പോൾ എന്താണ് ഒക്ടറ്റ് തിയറി പറയുന്നത്? Atoms are combining in chemical bonds in order to get a octet electronic configuration. Octet electronic configuration കിട്ടാൻ വേണ്ടിയാണ് ആറ്റംസ് കമ്പൈൻ ചെയ്യുന്നത്. ഈ തിയറിയുടെ ബേസിസ് എന്താന്ന് വെച്ചാൽ, സാധാരണയായിട്ട് നോബിൾ ഗ്യാസസ് കെമിക്കൽ കോമ്പൗണ്ട്സ് ഉണ്ടാക്കാറില്ല. വളരെ റെയർലി ഉണ്ട്, പക്ഷെ സാധാരണയായിട്ട് നോബിൾ ഗ്യാസസ് ആർ നോട്ട് മേക്കിംഗ് കെമിക്കൽ കോമ്പൗണ്ട്സ്. That is the basis of this theory. So, octet rule is the first rule which is introduced to explain chemical bonding. So, according to octet rule, atoms combine in order to get an octet in the valence shell. Octet means 8 electrons in the valence shell. 8 ഇലക്ട്രോൺ എങ്ങനെ കിട്ടുന്ന ഷെല്ലിനെയാണ് നമ്മൾ ഒക്ടറ്റ് അല്ലെങ്കിൽ അഷ്ടകം പൂർത്തീകരിക്കുക എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. ഓക്കെ, അങ്ങനെ 8 ഇലക്ട്രോൺസ് ഉള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കിട്ടാൻ വേണ്ടിയാണ് ആറ്റംസ് എന്ത് ചെയ്യുന്നത്? കെമിക്കൽ കോമ്പിനേഷനിൽ പങ്കെടുക്കുന്നത് അല്ലെങ്കിൽ കെമിക്കൽ ബോണ്ട് ഉണ്ടാക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ഏറ്റവും ആദ്യം വന്ന തിയറിയാണ്. ഇതിന്റെ ബേസിസ് ഞാൻ പറഞ്ഞു, സാധാരണയായിട്ട് നോബിൾ ഗ്യാസസ് ഇലക്ട്രോൺ കെമിക്കൽ ബോണ്ടിങ്ങിൽ പങ്കെടുക്കാറില്ല എന്നുള്ളതാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു. ഓക്കെ, പക്ഷേ ഒക്ടറ്റ് തിയറി എല്ലാ രീതിയിലും പൂർണ്ണമൊന്നുമല്ല. ഒക്ടറ്റ് തിയറി 100% കറക്റ്റ് ആണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഓക്കെ, അപ്പോൾ വാട്ട് ആർ ദ ഡ്രോബാക്സ് ഓഫ് ഒക്ടറ്റ് തിയറി? ഒക്ടറ്റ് തിയറിക്ക് എക്സാമ്പിൾ ആണ് ഈ ബോർഡിൽ കാണിച്ചിരിക്കുന്നതെല്ലാം. ബോർഡിൽ കാണിച്ചിരിക്കുന്നത് 4 കോമ്പൗണ്ടുകളുടെ ഫോർമേഷൻ നമ്മൾ അതിന്റെ കെമിക്കൽ ബോണ്ടിന്റെ ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ വഴി കാണിച്ചിട്ടുണ്ട്. ആ 4 എണ്ണത്തിലും കൺസേൺഡ് ആറ്റത്തിന് ഒക്ടറ്റ് കിട്ടുന്നുണ്ട്, അഷ്ടകം പൂർത്തിയാക്കുന്നുണ്ട്. പക്ഷേ എല്ലാ കേസിലും ഇതേപോലെ അഷ്ടകം പൂർത്തീകരിക്കണമെന്നില്ല. ദർ ആർ സം ഡ്രോബാക്സ് ഓർ ലിമിറ്റേഷൻസ് ഫോർ ഒക്ടറ്റ് തിയറി. അത് എന്തൊക്കെയാണ് എന്നും കൂടെ നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് പറയുമ്പോൾ ചില കോമ്പൗണ്ടുകൾക്ക് ഇതേപോലെ, ഇപ്പം ഇത് കുറേ എക്സാമ്പിൾസിൽ ഒക്ടറ്റ് പൂർത്തീകരിക്കുന്നുണ്ട് എങ്കിലും ചില എക്സാമ്പിളുകളിലെങ്കിലും ആറ്റങ്ങൾക്ക് ഒക്ടറ്റ് പൂർത്തീകരിക്കുന്നില്ല. അപ്പോൾ ഒക്ടറ്റ് തിയറിയുടെ എക്സാമ്പിൾസ് ആണ് നമ്മളിപ്പോൾ ബോർഡിൽ വരച്ചത്. ഇനി പറയാൻ പോകുന്നത് എവിടേക്കാണ് ഒക്ടറ്റ് തിയറിയെ വയലേറ്റ് ചെയ്തുകൊണ്ട് കെമിക്കൽ ബോണ്ട് ഫോർമേഷൻ നടക്കുന്നത്. വാട്ട് ആർ ദ കേസസ് വേർ ഒക്ടറ്റ് തിയറി ഈസ് വയലേറ്റഡ്? ഓക്കെ, ദ ഫസ്റ്റ് കേസ് ഈസ് ഫോർമേഷൻ ഓഫ് കോമ്പൗണ്ട്സ് വിത്ത് ഇൻകംപ്ലീറ്റ് ഒക്ടറ്റ്. ഒക്ടറ്റ് ഇല്ലാതെ ഉണ്ടാക്കുന്ന കോമ്പൗണ്ട്സ്. അതിന് എക്സാമ്പിൾ ആണ് ലിഥിയം ക്ലോറൈഡ്. ഓക്കെ, ലിഥിയം ക്ലോറൈഡില് ലിഥിയത്തിന് ഇവിടെ നിങ്ങൾക്ക് അറിയാം 1s2 2s1 ആണ്. ഈ ലിഥിയത്തിന്റെ ഇലക്ട്രോൺ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തു. അപ്പൊ ലിഥിയത്തിന് ഒക്ടറ്റ് കിട്ടിയിട്ടില്ല, 2 ഇലക്ട്രോണേ ഉണ്ടാവുള്ളൂ. ലിഥിയത്തിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലില് Li+ ആയി മാറുമ്പോൾ ലിഥിയത്തിന്റെ ഇതിങ്ങനെയാണ് Li+ അല്ലെങ്കിൽ LiCl. ഇതിന് പാർഷ്യലി കോവലന്റ് ക്യാരക്ടറും കൂടിയുള്ള കോമ്പൗണ്ട് ആണ്. പൂർണ്ണമായിട്ടും NaCl പോലെ അയണിക് എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ Li+Cl- അങ്ങനെ ലിഥിയം ക്ലോറൈഡിനെ എഴുതില്ല. കാരണം ഇതിന് കോവലന്റ് ക്യാരക്ടർ ആണ് അയണിക് ക്യാരക്ടറിനെക്കാളും കൂടുതൽ. അപ്പൊ ഇവര് രണ്ടുപേരും കൂടെ ഒരു പെയർ ഇലക്ട്രോൺ ഷെയർ ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ലിഥിയത്തിന് ആദ്യത്തെ ഷെല്ലില് 2 ഇലക്ട്രോൺ 1s2, രണ്ടാമത്തെ ഷെല്ലിൽ ഈ ഷെയർ ചെയ്ത ഇലക്ട്രോണും കൂടെ ചേർത്ത് ഇപ്പോൾ 2s2 എന്ന് പറയുന്ന കോൺഫിഗറേഷനിലാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒക്ടറ്റ് കിട്ടിയിട്ടില്ല. ഓക്കെ, അടുത്ത എക്സാമ്പിള് BeH2. ബി നിങ്ങൾക്കറിയാം സെക്കൻഡ് ഗ്രൂപ്പ് എലിമെന്റ് ആണ്. 2 ഇലക്ട്രോണ് ഉണ്ടാവും.
ഹൈഡ്രജൻ അതേപോലെ ഓരോരോ ഇലക്ട്രോൺ. അപ്പോൾ ബെറിലിയം ആഫ്റ്റർ ഫോമിംഗ് ബോണ്ട് 4 ഇലക്ട്രോൺ ആണ് ബെറിലിയത്തിന് ടോട്ടലി കിട്ടുക. ഇതെങ്ങനെ ഈ 2 ഹൈഡ്രജനിൽ നിന്ന് കിട്ടിയ ഇലക്ട്രോണും അടക്കം 4 ഇലക്ട്രോൺ. അപ്പോൾ അവിടെ എന്ത് കിട്ടിയിട്ടില്ല? ഒക്ടറ്റ് കിട്ടിയിട്ടില്ല. അതേപോലെ BCl3 എന്ന് പറയുന്ന കോമ്പൗണ്ട്, BCl3 ക്ലോറിൻ നിങ്ങൾക്ക് അറിയുന്ന പോലെ 7 ഓക്കെ. അപ്പൊ ബോറോണിനെ എല്ലാം 3 ക്ലോറിനും കിട്ടിയ ഇലക്ട്രോണും ചേർത്തിക്കൊണ്ട് ബോറോണിന് ഹൗ മെനി ഇലക്ട്രോൺസ് ആർ ദർ ഫോർ ദ സെൻട്രൽ ബോറോൺ ആറ്റം? 6 ഇലക്ട്രോൺ. സോ ഇറ്റ് ഈസ് നോട്ട് ഒക്ടറ്റ്. 6 ഇലക്ട്രോണിന്റെ കേസിന് നമ്മൾ സാധാരണ സെക്സ്റ്റക്റ്റ് എന്നൊക്കെയാണ് പറയുക കേട്ടോ, 6 എണ്ണത്തിന്. അപ്പൊ ഇവിടെ ഒക്ടറ്റ് കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ ഇലക്ട്രോൺ ഡെഫിഷ്യൻ കോമ്പൗണ്ട് ആണ്. അപ്പൊ ഇവിടെയും എന്ത് കംപ്ലീറ്റ് ആവുന്നില്ല? ഒക്ടറ്റ് കംപ്ലീറ്റ് ആവുന്നില്ല. അപ്പോൾ ദ ഫോർമേഷൻ ഓഫ് കോമ്പൗണ്ട്സ് വിത്ത് ഇൻകംപ്ലീറ്റ് ഒക്ടറ്റ്, അതാണ് ഒന്നാമത്തെ ഒക്ടറ്റ് തിയറിയുടെ ഡ്രോബാക്ക്. ഓക്കെ. രണ്ടാമത്തത് ദ എക്സ്പാൻഡഡ് ഒക്ടറ്റ്. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ ഇവിടെ ഇപ്പൊ പറഞ്ഞ ഒന്നാമത്തതിന്റെ ഹെഡിങ് എന്താന്ന് വെച്ചാൽ ഫോർമേഷൻ ഓഫ് കോമ്പൗണ്ട്സ് വിത്ത് ഇൻകംപ്ലീറ്റ് ഒക്ടറ്റ് ആണ്. ഇനി രണ്ടാമത്തത് ഫോർമേഷൻ ഓഫ് കോമ്പൗണ്ട്സ് വിത്ത് എക്സ്പാൻഡഡ് ഒക്ടറ്റ്, അതായത് 8ൽ കൂടുതൽ ഇലക്ട്രോൺ ഉണ്ട്. സെൻട്രൽ ആറ്റത്തിന് പലപ്പോഴും 8ൽ കൂടുതൽ ഇലക്ട്രോൺ ഉള്ള കോമ്പൗണ്ടുകൾ. എക്സാമ്പിൾ ആയിട്ട് PCl5. ഓക്കെ, PCl5 എന്ന് പറയുന്ന കോമ്പൗണ്ടില് PCl5 നിങ്ങൾക്ക് അറിയാം, ഔട്ടർ മോസ്റ്റ് ഷെല്ലില് 5 ഇലക്ട്രോൺസ് ആണ്. 1s2, 2s2, 2p6, 3s2, 3p3. അപ്പൊ 3s2, 3p3 എന്ന് പറയുമ്പോൾ 3s-ലെ 2 എണ്ണവും 3p3-ലെ 3 എണ്ണവും കൂടെ 5 ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺസ്. ഓക്കെ. ഇനി Cl 5 Cl മൊത്തം 7 ഇലക്ട്രോൺ ആണ്. ബോണ്ട് ചെയ്യുന്ന ഇലക്ട്രോണിനെ മാത്രമാണ് ഞാനിപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ ബോണ്ട് ചെയ്യാത്ത ഇലക്ട്രോൺസ് ഇത്ര ഉണ്ട്. അപ്പൊ ഈ Cl നിന്ന് കിട്ടുന്ന എല്ലാ ഇലക്ട്രോണും കൂടെ ചേർക്കുമ്പോൾ ഇതിന് എത്ര വരും? പെണ്ണി നോക്കിയേ, ഹൗ മെനി ഇലക്ട്രോൺസ് ആർ ദർ ഫോർ ഫോസ്ഫറസ് നൗ? 5 × 2 അല്ലേ? അപ്പൊ 10 ഇലക്ട്രോൺസ് ആണുള്ളത്. അപ്പൊ ഇവിടെ എക്സ്പാൻഡഡ് ഒക്ടറ്റ് ആണ്. 8ൽ കൂടുതൽ ഇലക്ട്രോൺ വന്നു സെൻട്രൽ ആറ്റത്തിന്. ക്ലോറിന്റെ കാര്യം ഓക്കെയാണ്, എല്ലാ ക്ലോറിൻ ആറ്റങ്ങൾക്കും ഒക്ടറ്റ് ഇലക്ട്രോൺസ് ആണ്. പക്ഷെ ഫോസ്ഫറസിന് 10 ഇലക്ട്രോൺസ് വന്നു. അപ്പൊ എക്സ്പാൻഡഡ് ഒക്ടറ്റിന്റെ കേസ് ഇനിയും ഉണ്ട്. എക്സാമ്പിൾ SF6, ഫോർമേഷൻ ഓഫ് കോമ്പൗണ്ട്സ് വിത്ത് എക്സ്പാൻഡഡ് ഒക്ടറ്റില് എക്സാമ്പിൾ ആണ് SF6. അതുപോലെ H2SO4. H2SO4-ലെ സെൻട്രൽ ആറ്റമായ സൾഫറിനും എക്സ്പാൻഡഡ് ഒക്ടറ്റ് ആണ്. ഓക്കെ. അപ്പൊ ഈ കേസുകളെല്ലാം എക്സ്പാൻഡഡ് ഒക്ടറ്റ്. ഇതൊക്കെ ഫോർമേഷൻ ഓഫ് കോമ്പൗണ്ട്സ് വിത്ത് ഇൻകംപ്ലീറ്റ് ഒക്ടറ്റിന് എക്സാമ്പിൾ, ഇത് എക്സ്പാൻഡഡ് ഒക്ടറ്റിന് എക്സാമ്പിൾ. അതുപോലെ ഓഡ് ഇലക്ട്രോൺ മോളിക്യൂൾസ്. ഓഡ് ഇലക്ട്രോൺ മോളിക്യൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ആറ്റത്തിന് ഓഡ് നമ്പർ ഓഫ് ഇലക്ട്രോൺ ആണ് ഉണ്ടാവുക. ഓഡ് നമ്പർ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഒറ്റ നമ്പറുകൾ 1, 3, 5, 7 പോലെയുള്ള ഒറ്റ നമ്പറുകൾ. അങ്ങനെ ഒറ്റ നമ്പർ ഇലക്ട്രോൺ വന്നു കഴിഞ്ഞാൽ നമുക്ക് അറിയാലോ 8 അല്ലാന്ന്. 8 ഒരു ഓഡ് നമ്പർ അല്ലേ, സോറി ഈവൻ നമ്പർ അല്ലേ? 8 ഈസ് എൻ ഈവൻ നമ്പർ. അപ്പൊ ഏതെങ്കിലും ഒരു ആറ്റത്തിന് ഓഡ് ഇലക്ട്രോൺ വന്നാൽ അതിന്റെ അർത്ഥം അവിടെ ആ ആറ്റത്തിന് ഒക്ടറ്റ് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. ഓക്കെ. അങ്ങനെ ഒരു എക്സാമ്പിൾ ആണ് NO. NOയില് നൈട്രജന് ബോണ്ടിങ് എല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ 3ഉം ഇവിടുത്തെ 4 ബോണ്ടഡ് ഇലക്ട്രോണും എല്ലാം കൂടെ 7 ഇലക്ട്രോൺ ആണ് നൈട്രജന് ഉണ്ടാവുക. ഇങ്ങനെ. ഓക്കെ. ഇതെങ്ങനെയാണ് ഫോം ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചാൽ നൈട്രജൻ നിങ്ങൾക്ക് അറിയാലോ 5 ആണ്, ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ 5. ഓക്സിജന് 6. ഇവര് തമ്മിൽ ഇവിടെ ഡബിൾ ബോണ്ട് ആണ്. അപ്പോൾ എല്ലാ ഇലക്ട്രോണും കൂടെ ചേരുമ്പോൾ നൈട്രജൻ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 4, 6, 1, 7. ഒക്ടറ്റ് ആവില്ലല്ലോ, ആവില്ല. അതേപോലെ തന്നെ നൈട്രജന്റെ വേറൊരു എക്സാമ്പിൾ ആയ NO2-ലും ഒക്ടറ്റ് കംപ്ലീറ്റ് അല്ല, ഓഡ് ഇലക്ട്രോൺ മോളിക്യൂൾ ആണ് NO2. ഓക്കെ. അപ്പോൾ ഓഡ് ഇലക്ട്രോൺ മോളിക്യൂൾസിൽ ഒരു ആറ്റത്തിന് ഓഡ് നമ്പർ ഓഫ് ഇലക്ട്രോൺ, ഒറ്റ നമ്പർ ഇലക്ട്രോൺ ആണ് ഉണ്ടാവുക. അപ്പൊ നമുക്ക് പറയാൻ പറ്റും അവിടെ ഒക്ടറ്റ് പൂർത്തിയാക്കിയിട്ടില്ല എന്ന് പറയാം. ഓക്കെ. അതേപോലെ തന്നെ ഒക്ടറ്റ് തിയറി ബേസ് ചെയ്തിരിക്കുന്നത് എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞു, കെമിക്കൽ ഇനേർട്ട്നെസ് ഓഫ് നോബിൾ ഗ്യാസസ് ആണ് ഒക്ടറ്റ് തിയറിയെ നമ്മൾ ബേസിക് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. അത് തന്നെ ചില സ്ഥലങ്ങളിൽ വയലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ദർ ആർ സം കോമ്പൗണ്ട്സ് ഐഡന്റിഫൈഡ് ഫോർ
നോബിൾ ഗ്യാസസ്. ഇപ്പൊ സിനോണിന് HCF2, XCOF2 പോലെയുള്ള സിനോൺ ഫ്ലൂറൈഡ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. വളരെ റെയർ ആയിട്ട് ക്രിപ്റ്റോണിന് ഫ്ലൂറൈഡ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ കോമ്പൗണ്ട്സ് ഒക്കെ കാണിക്കുന്നത് എന്താണ്? പിന്നെ ഒക്ടറ്റ് തിയറി പൂർണ്ണമായിട്ടും കറക്റ്റ് അല്ല എന്നുള്ള, ഒരു പരിധിവരെ കറക്റ്റ് ആണ്, പൂർണ്ണമായിട്ടും കറക്റ്റ് അല്ല. കാരണം അതിന്റെ ബേസിക് തന്നെ എന്താണ്, എന്തിന്റെ ബേസിസിലാണ് നമ്മൾ അത് ഉണ്ടാക്കിയിരിക്കുന്നത്? നോബിൾ ഗ്യാസസ് വിൽ നോട്ട് റിയാക്ട്. പക്ഷേ ഇങ്ങനത്തെ നോബിൾ ഗ്യാസിന്റെ കോമ്പൗണ്ട്സ് നമുക്ക് ഇന്ന് അറിവുണ്ട്. ഓക്കെ. അതേപോലെ ഒക്ടറ്റ് തിയറി ഡസ് നോട്ട് അക്കൗണ്ട് ഫോർ ദ ഷേപ്പ് ഓഫ് ദ മോളിക്യൂൾ. ഷേപ്പ് ഓഫ് ദ മോളിക്യൂൾസിനെ പറ്റി ഇതൊന്നും അല്ല PCl5യുടെ ഷേപ്പ്. ഞാൻ ജസ്റ്റ് ആ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്ര എന്ന് കാണിക്കാൻ വേണ്ടി മാത്രം അങ്ങനെ വരച്ചിരിക്കുന്നു എന്നില്ല. അപ്പൊ ഷേപ്പ് ഓഫ് ദ മോളിക്യൂൾസിനെ പറ്റി ഒന്നും പറയുന്നില്ല. ഇറ്റ് ഡസ് നോട്ട് എക്സ്പ്ലെയിൻ ദ റിലേറ്റീവ് സ്റ്റെബിലിറ്റി ഓഫ് ദ മോളിക്യൂൾ. ഓക്കെ, റിലേറ്റീവ് സ്റ്റെബിലിറ്റി എന്താണെന്ന് പറയുന്നില്ല. അതാണ് വേറൊരു ഡ്രോബാക്ക്. അപ്പൊ എന്തൊക്കെ പറയുന്നില്ല? ഷേപ്പിനെ പറ്റി പറയുന്നില്ല. ഇറ്റ് ഡസ് നോട്ട് എക്സ്പ്ലെയിൻ ദ റിലേറ്റീവ് സ്റ്റെബിലിറ്റി ഓഫ് ദ മോളിക്യൂൾ, ബീയിങ് ടോട്ടലി സൈലന്റ് അബൌട്ട് ദ എനർജി ഓഫ് ദ മോളിക്യൂൾ. എനർജി ഓഫ് ദ മോളിക്യൂളിനെ പറ്റി പറയാത്തതുകൊണ്ട് സ്റ്റെബിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാനും ഒക്ടറ്റ് തിയറിക്ക് പറ്റുന്നില്ല. അപ്പൊ ഇനി ഞാൻ പോയിന്റുകൾ മാത്രം ഒന്ന് പറയാം. ഒക്ടറ്റ് തിയറിയുടെ ഡ്രോബാക്കിന്റെ പോയിന്റ് മാത്രം. ദി ഇൻകംപ്ലീറ്റ് ഒക്ടറ്റ് ഓഫ് ദ സെൻട്രൽ ആറ്റം. കുറച്ച് എക്സാമ്പിൾസിലൂടെ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യണം. ലിഥിയം ക്ലോറൈഡ്, BH2, BCl3 ഒക്കെയാണ് അതിന്റെ എക്സാമ്പിൾ. പിന്നെ എക്സ്പാൻഡഡ് ഒക്ടറ്റുള്ള മോളിക്യൂൾ H2SO4, SF6, PCl5 ഒക്കെയാണ് എക്സാമ്പിൾ. ഓഡ് ഇലക്ട്രോൺ സ്പീഷീസ് NO ആൻഡ് NO2 ആണ് എക്സാമ്പിൾ. പിന്നെ നോബിൾ ഗ്യാസസ് കോമ്പൗണ്ട്സ് ഉണ്ടാക്കും. എക്സാമ്പിൾ XCF2, XCOF2, KrF2, അതായത് ക്രിപ്റ്റോണിന്റെ ഫ്ലൂറൈഡ്. This theory does not account for the shape of the molecule. It does not explain the relative stability of the molecule, and it is totally silent about the energy of a molecule. അപ്പോൾ കെമിക്കൽ ബോണ്ടിങ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ആദ്യമായിട്ടുള്ള ശ്രമം, കോസൽ ആൻഡ് ലൂയിസിന്റെ ആദ്യമായിട്ടുള്ള ശ്രമത്തിന് ഇത്രയും പോരായ്മകൾ ഉള്ളതായിട്ടാണ് നമ്മൾ തുടക്കത്തിൽ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇനി ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത് മുഴുവൻ കെമിക്കൽ ബോണ്ടിങ്ങിനെ പറ്റി പല ഘട്ടങ്ങളിലായിട്ട് വന്ന പല പല തിയറീസിനെ പറ്റിയാണ് പഠിക്കുന്നത്. ഓക്കെ, ഷേപ്പിനെ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള തിയറി എന്താണ്, ആറ്റംസ് കമ്പൈൻ ചെയ്ത് മോളിക്യൂൾ ആവുമ്പോഴുള്ള മോളിക്യൂൾസിൽ എങ്ങനെയാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഇലക്ട്രോണിക് അറേഞ്ച്മെന്റ് എങ്ങനെയാണ് മോളിക്യൂൾസിൽ വരിക പോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇനി അടുത്ത സെക്ഷനുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഒക്ടറ്റ് തിയറിയും അതിൻ്റെ ഡ്രോബാക്കും ആണ് പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ അടുത്ത ഭാഗത്തിൽ അടുത്ത ഭാഗങ്ങൾ കാണാം. ഓക്കെ, താങ്ക് യു.